നമസ്കാരം. ഇസ്രായേൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള ചാരവൃത്തിയിൽ ഉയർന്ന ആരോപണങ്ങൾ ഗുരുതര സ്വഭാവമുള്ളതും ആശങ്കപ്പെടുത്തുന്നതുമാണെന്ന് സുപ്രീം കോടതി. മാധ്യമ വാർത്തകളിൽ വന്ന വിവരങ്ങൾ ഗുരുതര സ്വഭാവമുള്ളവയാണ്. ഇപ്പോൾ മാത്രമല്ല, നേരത്തെയും സമാന ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. 2019 ആരോപണം ഉയർന്നു വരുമ്പോൾ ആരും ഒരു ഹർജിയുമായി പോലും സമീപിക്കാതിരുന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണെന്ന് ഇന്ന് സുപ്രീം കോടതി പറഞ്ഞു. മാധ്യമ വാർത്തകൾക്ക് പുറമെ കൂടുതൽ രേഖകൾ പക്ഷേ ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട്. 2 രാജ്യങ്ങൾ അന്വേഷണം നടത്തുന്നതിനാൽ ആരോപണത്തിന് വിശ്വാസ്യതയുണ്ട് എന്നും ചീഫ് ജസ്റ്റിസ് NV രമണ അധ്യക്ഷനായ 2-അംഗ ബെഞ്ച് നിരീക്ഷിച്ചത് പ്രാധാന്യമുള്ള കാര്യമാണ്. രാജ്യത്ത് പെഗസസ് ഉപയോഗം നടന്നിട്ടുണ്ട് എന്ന് സർക്കാർ തന്നെ പാർലമെൻറ്റിൽ സമ്മതിച്ചിട്ടും ഇതുവരെ ഇതു സംബന്ധിച്ച ഒരു അന്വേഷണത്തിനും സർക്കാർ തയ്യാറായിട്ടില്ല. ഇത് ദുരൂഹതയുണ്ടാക്കുന്നതാണെന്ന് മുതിർന്ന അഭിഭാഷകരായ കപിൽ സിബലും ശ്യാം ദിവാനും മീനാക്ഷി അറോറ എന്നിവർ കോടതിയിൽ വാദിച്ചു. ഹർജിയുടെ പകർപ്പ് കേന്ദ്ര സർക്കാരിന് കൈമാറാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച മുതൽ വാദം കേൾക്കുന്നുമുണ്ട്. പെഗാസസ് ചാരവൃത്തിയിൽ ചർച്ച ആവശ്യപ്പെട്ട് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധമുയർന്നു. സർക്കാർ നിലപാടിൽ ഉറച്ചുനിന്നതോടെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായി. ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന ഇത്ര ഗുരുതരമായൊരു ആരോപണം ഉയർന്നിട്ട് പാർലമെന്റിൽ ഒരു ചർച്ചയില്ല, ഒരു പ്രസ്താവനയില്ല, ഒരന്വേഷണവുമില്ല. എന്ത് മനസ്സിലാക്കണം നമ്മൾ? ചാരവിവാദത്തിലെ കള്ളന്മാരെ കോടതി പിടിക്കുമോ ഒടുവിൽ? സ്വാഗതം ഫസ്റ്റ് ഡിബേറ്റിലേക്ക്. ഈ വിഷയത്തിൽ ശ്രീ TP ജയചന്ദ്രൻ, മുതിർന്ന BJP നേതാവ്, ശ്രീ G ദേവരാജൻ ഫോറൽ ബ്ലോക്കിൽ നിന്ന് UDFിൻ്റെ പ്രതിനിധിയായി, ശ്രീ N ലാൽകുമാർ നിരീക്ഷകൻ, ശ്രീ രഞ്ജിത്ത് മാരാർ അഭിഭാഷകൻ എന്നിവരാണ് ഈ ചർച്ചയുടെ ഭാഗമായി നമ്മളോടൊപ്പം ഉള്ളത്. ആദ്യം ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, ഇന്ന് ഈ വിഷയങ്ങൾ കോടതി മുൻപാകെ വരുമ്പോൾ ഇത് ഗുരുതര സ്വഭാവമുള്ളതാണെന്നും ഇതിനു മുൻപ് 2019 സമാനമായ ആരോപണം വന്നിട്ടുണ്ടെന്നും നമ്മളെ കൂടാതെ വേറെ ചില രാജ്യങ്ങൾ കൂടി ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട് എന്നുമൊക്കെ കോടതി പറയുകയാണ്. കോടതിക്ക് പ്രഥമദൃഷ്ട്യാ അതിൻ്റെ ഗൗരവം മനസ്സിലായിട്ടും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് ഈ ലഘു സമീപനം സ്വീകരിക്കുന്നത്? പാർലമെൻറ്റിൽ ചർച്ചയില്ല, ഒരു സ്റ്റേറ്റ്മെൻറ്റില്ല, പോട്ടെ പശ്ചിമ ബംഗാൾ സർക്കാർ പ്രഖ്യാപിച്ചതുപോലെ ഒരു അന്വേഷണം പോലുമില്ല. അങ്ങനെ മുഖം തിരിഞ്ഞു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? നിഷാദേ, താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ അല്ലോ ഇന്ന് കോടതി പറഞ്ഞത്. കോടതി ഇന്ന് മുഴുവൻ ഓൺലൈൻ നടത്തിയിരിക്കുന്ന മുഴുവൻ വാദഗതികളും സംഭാഷണങ്ങളും ഇന്ന് പുറത്തു വന്നിരിക്കുന്നു. കോടതി എന്താ പറഞ്ഞത്? മാധ്യമ വാർത്തകൾ, താങ്കൾ പറയുന്ന മാധ്യമ വാർത്തകൾ സത്യമെങ്കിൽ ഗുരുതരമാണ്. എന്നാൽ അന്വേഷണങ്ങൾക്ക് ഉത്തരവിടണമെങ്കിൽ വിശ്വാസയോഗ്യമായ തെളിവുകൾ വേണം. കോടതി ചുഴിഞ്ഞു പരിശോധിച്ചിട്ടും അത്തരമൊരു തെളിവുകൾ കാണുന്നില്ല. കേവലം പത്രവാർത്തയ്ക്കപ്പുറത്തേക്ക് ഒന്നുമില്ലെന്ന് മാത്രമല്ല, ഈ വാർത്ത പുറത്തുവിട്ട ഓൺലൈൻ മാധ്യമം തന്നെ പറയുന്നത് എന്താണ്? ഞങ്ങളുടെ കയ്യിൽ തെളിവൊന്നുമില്ല. ഇത് പറയുകയും ഓരോ ദിവസവും അവർ ഓരോ നേതാവിനെ കുറിച്ചും ഓരോ ആളുകളെക്കുറിച്ചും വ്യാജ വാർത്തകൾ നിരന്തരമായി പുറത്തുവിടുകയും ചെയ്യുന്നു. ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം, ദേശീയ ജനാധിപത്യ സഖ്യ ഗവൺമെന്റ് സംബന്ധിച്ചിടത്തോളം അത്ര വലിയ പുതിയ ഉള്ള കാര്യമൊന്നുമല്ല. മൺസൂൺ സമ്മേളനത്തിന്റെ തൊട്ട് തലേ ദിവസം ഈ വാർത്ത പുറത്തു വരുന്നു. ഏത് പാർലമെന്റ് സമ്മേളനത്തിന് തൊട്ട് മുമ്പാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ വിടാത്തത്? ഏത് പാർലമെന്റ് സമ്മേളനമാണ് പ്രതിപക്ഷം ഏതെങ്കിലും കാരണമുണ്ടാക്കിയിട്ട് ബഹിഷ്കരിക്കാതിരുന്നത്, അവിടെ ബഹളമുണ്ടാക്കാതിരുന്നത്? 2 വർഷത്തിലധികമായില്ലേ ഇത് ഗവൺമെന്റ് ആരംഭിച്ചത് മുതൽ? ഈ ഗവൺമെന്റിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളൊന്നും ഉന്നയിക്കാനില്ലാത്തവർക്ക് നിരന്തരമായി പുറത്തുവിടുന്ന വ്യാജ വാർത്തകൾക്ക് കോടതി പോലും പറഞ്ഞത് എന്താണ്? അല്ല, കോടതി പറഞ്ഞത് മാധ്യമ വാർത്ത, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, കോടതി പറഞ്ഞത് മാധ്യമ വാർത്തകളെ അധികരിച്ചുകൊണ്ടാണ് ഈ ഹർജികളെല്ലാം വന്നിട്ടുള്ളത്. അതിന്മേലൊരു പരിശോധന വേണം, വിശ്വാസ്യതയുള്ള വിവരങ്ങൾ പുറത്തു വന്നാലാണ് അന്വേഷണത്തിന് ഉത്തരവിടാൻ കഴിയുക. അതിൽ കോടതി വിശദീകരണം തേടിയിട്ടുണ്ട്. ഇതിലൊരു വിശ്വാസ്യതയുമില്ല. ഇത് കേന്ദ്ര സർക്കാർ പറയുന്നത് പോലെ കോടതി പറഞ്ഞില്ല, ഇത് കൊണ്ടുപോകും, ഇത് വെറും മാധ്യമ വാർത്തയാണെന്ന് പറഞ്ഞില്ല. ചൊവ്വാഴ്ച മുതൽ വാദം കേൾക്കാൻ പോവുകയാണ്. 2019 സമാനമായ സംഭവം ഉണ്ടായിട്ട് ഒരാളും ഒരു ഹർജിയുമായി വന്നില്ല എന്നതിൽ കോടതി ഒരു അത്ഭുതം രേഖപ്പെടുത്തുന്നുണ്ട്. താങ്കൾ പറയാണ് ഇന്ത്യയിലെ മൺസൂൺ സെഷൻ തുടങ്ങാൻ പോകുന്നതിന് മുമ്പുണ്ടായിട്ടുള്ളതാണ്. ഇന്ത്യയിൽ മാത്രമാണോ ഈ സംഗതി ഉള്ളത്? എത്ര 80 രാജ്യങ്ങളിൽ ഈ ചോർത്തൽ നടന്നു. അതിൽ വിവിധ രാജ്യങ്ങളുടെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വലിയൊരു ഇൻ്റർനാഷണൽ കൺസോർഷ്യമാണ് ഇതിൻ്റെ വിശദാംശം പുറത്തുവിടുന്നത്. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു വാർത്താ പോർട്ടലോ അല്ലെങ്കിൽ വ്യക്തികളോ പ്രതിപക്ഷ സംഘടനകളോ അല്ല. ഈ മൺസൂൺ സെഷൻ ഇപ്പോൾ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ രാജ്യങ്ങളിലും ഉണ്ടോ? ഫ്രാൻസൊക്കെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ മൺസൂൺ സെഷൻ നടക്കാൻ പോകുന്നതുകൊണ്ട് ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചന നടക്കുന്നു മൺസൂൺ സെഷൻ അലങ്കോലമാക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ ബാലിശമായി പോകും. അല്ല നിഷാദേ, നമ്മൾ മനസ്സിലാക്കേണ്ടത് കോടതി പറഞ്ഞത് എന്താണ് കൃത്യമായിട്ട്? ഇത്തരം വാദഗതികൾക്ക് നിങ്ങളുടെ പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ ഉത്തരവിടാനാവില്ല. തെളിവുകളുണ്ടോ? ചോദിച്ച ചോദ്യം വളരെ ശരിയാണ്. 2019 ആരോപണമുണ്ട്. 2 വർഷം കഴിഞ്ഞാണോ നിങ്ങൾ പരാതിയുമായി വരുന്നത്? പരാതിക്കാരോട് ചോദിച്ചു,
നിങ്ങളിൽ ആരുടെയെങ്കിലും ഫോൺ ചോർത്തതായിട്ട് പരാതിയുണ്ടോ? ഇല്ല. മാത്രമല്ല ഇതിന് എന്നെ ഉത്തരവിന് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധി ഈ കോടതിയിലില്ല. അവരുടെ വാദഗതികൾ കൂടി കേൾക്കേണ്ടി എന്നല്ലേ കോടതി ചോദിച്ചത്. ഞങ്ങളും തുറന്നു പറയുന്നു, കോടതി ചോദിച്ചത് കോടതിയുടെ ബാധ്യതയാണോ തെളിവുണ്ടാക്കൽ? പോലീസിലല്ലേ കേസ് കൊടുക്കേണ്ടത്? അതുമായി ബന്ധപ്പെട്ടിടത്ത് ഒരു പരാതി പോലും കൊടുക്കാതെ കേന്ദ്രങ്ങളുടെ ശ്രദ്ധയിൽ പോലും പെടുത്താതെ കളിക്കുന്ന ഈ കപട നാടകമല്ലേ കോടതി പൊളിച്ചെഴുതിയിരിക്കുന്നത്? ഇല്ലെന്ന് പൊളിച്ചെഴുതിയെന്ന് പറയല്ലേ ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ. ഈ കാര്യത്തിൽ കോടതി ഈ കാര്യങ്ങൾ ശരിയാണെങ്കിൽ ഗുരുതരമാണ് എന്ന് പറയുകയും അക്കാര്യത്തിൽ വിശദാംശങ്ങൾ തേടുകയും ചെയ്തു എന്നാണ് എൻ്റെ ബോധ്യം. അതുകൊണ്ടാണ് ചൊവ്വാഴ്ച മുതൽ കേൾക്കാമെന്ന് കോടതി പറയുന്നത്. ഈ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ള വാർത്തകൾ എന്നിവന്മേൽ അന്വേഷണം വേണം എന്നാണ് ഹർജിക്കാരുടെ ആവശ്യം. അപ്പോൾ അന്വേഷണത്തിലേക്ക് പോകുന്നതിന് മുൻപ് വിശ്വാസ്യതയുള്ള വിവരങ്ങൾ വേണം. അതിന് കോടതി സമയമെടുക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെ പോലെ ഇതിനെ ഒറ്റ വാചകത്തിൽ തള്ളിക്കളയുകയല്ല കോടതി ചെയ്തത്. ഇത് വെറും പത്രവാർത്തകളാണ്, കേവലാരോപണങ്ങളാണ്, ഇവയിൽ ഒരു നടപടിയും സാധ്യമല്ല എന്ന നിലയ്ക്ക് ഫയൽ പൂട്ടിക്കെട്ടിയോ കോടതി? ഇല്ല. അല്ല, കോടതി പറഞ്ഞത് എന്താണ്? ശർമ്മ പറഞ്ഞു പ്രധാനമന്ത്രിയുടെ പേര് വെച്ച് നിങ്ങൾ അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തണം. വ്യക്തമായി കോടതി പറഞ്ഞല്ലോ, പ്രധാനമന്ത്രിക്ക് താങ്കൾ തന്ന രേഖ പ്രകാരം വിളിച്ചു വരുത്താൻ സാധ്യമല്ല. മാത്രമല്ല, ഇത്തരത്തിലുള്ള മറുഭാഗം കേൾക്കണമെങ്കിൽ ഞങ്ങൾക്ക് മറുഭാഗത്തെ കൂടി കേൾക്കേണ്ടതുണ്ട്. അതിനല്ലേ 10-ാം തീയതിക്ക് വെച്ചിരിക്കുന്നത്? സ്വാഭാവികമല്ലേ പറയുന്ന ആരോപിതനെ കുറ്റപ്പെടുന്ന ആളുകളെ കേൾക്കണമെന്നുള്ളത്? അതിന് ഗവൺമെന്റ് തയ്യാറുമാണ്. ആ സമയത്ത് കൂടുതൽ കേൾക്കും. നിഷാദേ, ഇതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ മൻസൂർ സമ്മേളിച്ച് ഇന്ത്യയിൽ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഈ ഗവൺമെന്റിനുള്ള വിരോധം മാത്രം മുഖമുദ്രയായി എന്തൊക്കെ നടപടികൾ കൊണ്ടുവന്നു? ഏതെങ്കിലും ഒന്ന് ഇക്കാലം അത്രയും ക്ലച്ച് പിടിച്ചിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും ആ ഒരു അർത്ഥത്തിലേക്ക് ഞങ്ങൾ കാണേണ്ടി വരുന്നത് ഇത് ഉന്നയിച്ച ആളുകൾ അവർ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ഓൺലൈൻ മാധ്യമം ഞങ്ങളുടെ കയ്യിൽ തെളിവുകളില്ല. കോടതിയും ചോദിച്ചു എന്ത് തെളിവുകളാണുള്ളത്? കേവലം പത്രവാർത്തയ്ക്കപ്പുറം. പോട്ടെ എങ്കിൽ ജയചന്ദ്രൻ മാസ്റ്റർ നോക്കൂ, നമ്മുടെ നാടിനെ അപകീർത്തിപ്പെടുത്താൻ നമ്മുടെ പ്രധാനികളായ ആളുകൾ മുഴുവൻ ചാരവൃത്തിക്ക് വിധേയരാകുന്നു എന്നൊക്കെ വരുത്താനുള്ള ഗുരുതര ആരോപണം ഗവൺമെന്റിനെ തന്നെ പ്രതികൂട്ടിലാക്കുന്ന ഒന്ന്. അതിന്മേലൊരു അന്വേഷണം എന്തുകൊണ്ടായിക്കൂടാ? ഏത് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു അലിഗേഷൻ വരുന്നത്? സുപ്രീം കോടതി ജഡ്ജിയെ ചോർത്തുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളെ ചോർത്തുന്നു, മാധ്യമപ്രവർത്തകരെ ചോർത്തുന്നു, ക്യാബിനറ്റിലുള്ള ആളുകളെ ചോർത്തുന്നു. ഇതൊക്കെ ഉണ്ടായി എന്നാണ് ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇവിടെ നിന്നല്ല, പുറത്തു നിന്നുള്ള കൺസോർഷ്യമാണ് ഇത് പുറത്തുവിടുന്നത് എന്നുകൂടി ഓർക്കണം. അപ്പോൾ അത് നമുക്കൊന്ന് അന്വേഷിച്ച് മനസ്സിലാക്കണ്ടേ എവിടെ നിന്നാണ് ഈ സംഗതി വരുന്നത് എന്ന്? ഗവൺമെൻറ് പൊസിഷൻ എന്താണെന്ന് സംബന്ധിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേണ്ടേ? ഒരു പാർലമെൻറ്റിൽ ഒരു ചർച്ച വേണ്ടേ? ഈ കാര്യത്തിൽ ഗുരുതരമായി പിടിച്ചു കുലുക്കുന്ന ഒരു സംഭവമായി മാറിയിട്ട് ഗവൺമെൻറ് എന്തിനാണ് ഇതിൽ നിന്ന് ഓടി ഒളിക്കുന്നത്? നിഷാദേ, ഈ വാർത്തയെക്കുറിച്ച് പാർലമെന്റിൽ പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് താങ്കൾ മറന്നുപോയതാണെന്ന് എനിക്ക് തോന്നുന്നു. അശ്വിനി വൈഷ്ണവ് IT വകുപ്പ് മന്ത്രി ഈ കാര്യത്തെക്കുറിച്ച് പാർലമെന്റിനകത്ത് വളരെ കൃത്യമായിട്ട് ഈ ആരോപണം വന്ന പാർലമെന്റ് സെഷൻ തുടങ്ങിയ ആദ്യ ദിവസം തന്നെ പറഞ്ഞു, ഗവൺമെന്റ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറെന്ന് പറഞ്ഞു. പക്ഷേ പ്രതിപക്ഷം അതിനെ അനുവദിച്ചുവോ? പ്രധാനമന്ത്രി പുതിയ അംഗങ്ങളെ പരിചയപ്പെടുത്തുന്ന ഇന്ത്യയുടെ പാർലമെന്റ് ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ല. ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടം മുതൽ ഇന്നേ വരെ ഇല്ല. പ്രധാനമന്ത്രി സംസാരിക്കാൻ അനുവദിക്കില്ല, പുതിയ അംഗങ്ങളെ പരിചയപ്പെടുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ബഹളം വെച്ചത് ആരാണ്? ഗവൺമെന്റ് പറഞ്ഞു അടിയന്തര പ്രമേയമൊക്കെ പോകട്ടെ, നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായി ചർച്ച ചെയ്യാം. ഗവൺമെന്റ് ഒന്നും വിളിക്കാനില്ല. ഇനി ഫോൺ ചോർത്തലാണ് വിഷയമെങ്കിൽ ഈ രാജ്യത്ത് ഫോൺ ചോർത്തൽ നടക്കുന്നുണ്ട് നിഷാദെ. അത് കൃത്യമായി ഇന്ത്യ ഗവൺമെന്റ് 1947 മുതൽ അംഗീകരിച്ചത്. 2013 മൻമോഹൻ സിംഗ് പറഞ്ഞു വ്യവസ്ഥാപിതമായ മാർഗമുണ്ട്, രാജ്യസുരക്ഷയും ഭീകരവാദവും പോലുള്ള പ്രവർത്തനങ്ങളിൽ ആവശ്യമാണ് എന്ന് 2013 മൻമോഹൻ സിംഗ് പാർലമെന്റിൽ പറഞ്ഞു. 5000 പേരുടെ ഫോണും 500ഓളം ഇമെയിലുകളും ഗവൺമെന്റിന്റെ നിരീക്ഷണത്തിലുണ്ട്. അതിന് മാർഗമുണ്ട് ഇന്ത്യയിൽ. അല്ലാതെ മാർഗമുണ്ട്. പെഗാസസ് പോലുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ നിയമമില്ല, മാർഗമുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കേരളത്തിലാണെങ്കിൽ ഹോം സെക്രട്ടറി, അല്ലെങ്കിൽ കേന്ദ്രത്തിലാണെങ്കിൽ അവിടെ ഹോം സെക്രട്ടറി അവരുടെ പെർമിഷൻ എന്തിന് ചോർത്തുന്നു, എന്താണ് കാരണം, ഏതൊക്കെ വിധത്തിൽ ചോർത്തുന്നു, എത്ര കാലം ചോർത്തുന്നു, ഇതിനൊക്കെ പ്രത്യേകമായ പെർമിഷൻ എടുക്കണം. അങ്ങനെയാണ് അതിന്റെ വ്യവസ്ഥ. നിയമപ്രകാരം ഈ പറയുന്ന തരത്തിൽ ചാര സോഫ്റ്റ്വെയർ ഇവിടെ കൊണ്ടുവന്ന് ഈ ഡിവൈസിനകത്തേക്ക് ഒളിച്ചു കടത്തി അവിടെ നിന്ന് അങ്ങോട്ട് നിക്ഷേപിക്കാനും അവിടെ നിന്നുള്ള വിവരങ്ങൾ ഇങ്ങോട്ട് എടുക്കാനും കഴിയുന്ന തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഹാക്ക് ചെയ്യാൻ നിയമമില്ല ഇവിടെ. ഏത് നിയമപ്രകാരമുള്ള ചോർത്തലിനകത്ത് പോലും പെഗാസസ് പറ്റില്ല. അല്ല ഈ പെഗാസസിനെ കുറിച്ച് ഉത്തരവിടാനുള്ള തെളിവെന്താണ് എന്നാണ് നിഷാദ് റാവത്തറെ കോടതി ചോദിച്ചത്. അതേ ചോദ്യമാണ് ഞാൻ ആവർത്തിക്കുന്നത്. കേവലം BJP വിരുദ്ധ പത്രങ്ങൾ, ഇന്ത്യ ഗവൺമെന്റ് ഓഫീസ് കെട്ടിക്കൊട്ടി ആംനസ്റ്റി ഇന്റർനാഷണൽ, പാരീസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യ വിരുദ്ധ പേരുകെട്ട ഫോർബിഡൻ സ്റ്റോറീസ്, ഇത്തരത്തിലുള്ള ചില പത്രങ്ങളും ചില മാധ്യമങ്ങളും അല്ലാതെ എന്ത് തെളിവാണ് കോടതി ചോദിച്ച് ഞങ്ങൾ ചോദിക്കുന്നു? എന്ത് തെളിവാണ് ഇതിനകത്തുള്ളത്? കോടതിയിൽ വന്നപ്പോ കേവല പത്രവാർത്തകൾ മാത്രമാണ്, ഇതിൽ എന്ത് തെളിവുണ്ട് എന്ന് ചോദിച്ച് ഏതാണ്ട് കേന്ദ്ര സർക്കാരിന് സമാനമായ പൊസിഷൻ
കോടതിയും എടുത്തു. അതുകൊണ്ട് ഇതിന് ഒരു കഥയില്ലാത്ത സംഗതി എന്ന നിലയ്ക്ക് ഇതിനെ ലഘുവാക്കുകയാണോ ഇന്ന് കോടതി ചെയ്തത്? അങ്ങനെയല്ല ഉണ്ടായിരിക്കുന്നത്. ദർ വർ ഒരു സീരീസ് ഓഫ് പെറ്റീഷൻസ് ഉണ്ടായിരുന്നു പലരുടെയും. ഹിന്ദുയുടെ ഉണ്ടായിരുന്നു, ഹിന്ദുയുടെ റാം ഉണ്ടായിരുന്നു, പിന്നെ ML ശർമ്മ എന്ന് പറഞ്ഞിട്ടൊരു അഭിഭാഷകൻ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു, വിച്ച് ആസ് എ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. പിന്നെ ഇത് അഫക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പേര്, പല റിപ്പോർട്ടേഴ്സ്, പിന്നെ ഇദ്ദേഹത്തിൻ്റെ ബ്രിട്ടാസിൻ്റെ പെറ്റീഷൻസ്, അങ്ങനെ ഒരു ബാച്ച് ഓഫ് പെറ്റീഷൻസാണ് വന്നത്. അതിൽ പലരുടെയും പെറ്റീഷൻസിൽ മെറ്റീരിയൽസോട് കൂടിയാണ് വന്നത്. അതെങ്ങനെ ചെയ്യണമെന്നും അതിൻ്റെ വയലേഷൻ ഉണ്ടായിട്ടെന്നുള്ളതും എന്തുകൊണ്ടിട്ടാണ് അവരത് ആരോപിക്കുന്നതെന്നും അതിന് എക്സാമ്പിൾസ് എല്ലാം വെച്ചിട്ടാണ് അത് വന്നിരുന്നത്. അപ്പോൾ കോടതി ചോദിച്ച രണ്ട് കാര്യങ്ങളാണ്. 2019 ഒരു അലിഗേഷൻ, ഇതേപോലെയുള്ള അലിഗേഷൻസ് സ്പ്രൗട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്പ്രൗട്ട് ചെയ്ത സമയത്ത് നിങ്ങൾ എന്തുകൊണ്ടിട്ട് ഒരു കംപ്ലൈൻറ്റ്, അങ്ങനെ അഫക്റ്റഡ് പാർട്ടീസ് ഇല്ലല്ലോ ഇവിടെ, അഫക്റ്റഡ് പാർട്ടീസ് ഉള്ളവർ എന്തുകൊണ്ടിട്ട് ഒരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തില്ല എന്നുള്ളതാണ് ഫസ്റ്റ് കോർട്ട് എക്സ്പ്രസിങ് ഷോക്കാണ്. ഇങ്ങനൊരു സാധനം നടക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുക സ്വാഭാവികമല്ലേ, അതെന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളതൊന്ന്. അപ്പോൾ റെസ്പോൺസ് വാസ് ഡൈവേർജൻ്റ് ആയിരുന്നു റെസ്പോൺസ്. ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സെക്ഷൻ 26A ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ടിൻ്റെ സെക്ഷൻ 26A ഒരു ഒഫൻസ് മേക്ക് ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് കോഗ്നൈസബിൾ ഒഫൻസിൻ്റെ 3 years പണിഷ്മെൻ്റാണ് പറയുന്നത്. അപ്പോൾ അത് എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും ഇതിലൊരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്താൽ എന്നുള്ളതിൽ ആങ്ക്വിഷ് പൊതുവെ വക്കീലന്മാർ എക്സ്പ്രസ് ചെയ്തിരുന്നു. അരവിന്ദ് തിത്താർ ഒഫൻസ് തന്നെ മേക്ക് ഔട്ട് ചെയ്യില്ല, സിവിൽ ലയബിലിറ്റീസാണ് വരുള്ളൂ, അതുകൊണ്ട് ഡാമേജസിന് മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് അരവിന്ദ് തിത്താർ ആർഗ്യൂ ചെയ്തത്. എനിക്ക് അതിൽ ഒഫൻസ് മേക്ക് ഔട്ട് ചെയ്യുന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് കോടതി നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്നത്, ഇതേപോലത്തെ ഒരു ഇഷ്യൂ ഉള്ള ഒരു കേസിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആരും സാധാരണ നിലയ്ക്ക് സെൻട്രൽ ഗവൺമെൻറ് വാച്ച് ചെയ്യുന്നതൊക്കെയാണ്. പിന്നെ ഇപ്പോൾ കോടതി ഫിസിക്കൽ പ്രസൻസ് അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ വീഡിയോ കോൺഫറൻസിങ്ങിലായതുകൊണ്ടിട്ട് ചിലപ്പോൾ അവർ അപ്പിയർ ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും. അങ്ങനെ കോപ്പി AGക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. AG റെസ്പോണ്ട് ചെയ്യേണ്ട ഒരു വലിയ ഇഷ്യൂ അല്ലേ, AGക്ക് എന്താണ് പറയാനുള്ളതെന്നും കൂടി കേട്ടിട്ട് നമുക്ക് കൂടുതൽ ഏത് രീതിയിൽ പ്രൊസീഡ് ചെയ്യണം എന്നുള്ള രീതിയിലേക്കാണ് ട്യൂസ്ഡേയിലേക്ക് വച്ചേക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഇതിൽ മെറ്റീരിയൽ തീരെയില്ല, ഞങ്ങളിത് ഇൻ്റർഫിയർ ചെയ്യില്ല എന്നുള്ള രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല. എന്താണെങ്കിലും ഇങ്ങനെ ഒരു സ്പൈയിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫോൺ ചോർത്തൽ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അത് ആർട്ടിക്കിൾ 21 വയലേഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് സീരീസ് ഓഫ് ജഡ്ജ്മെൻറ്റ്സ് ഉണ്ട്. അത് ഒഫൻസും മേക്ക് ഔട്ട് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെ അതിനെ ഇൻവെസ്റ്റിഗേഷൻ ഏത് രീതിയിൽ പോകണം എന്നുള്ളതാണ് കോടതി തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഏതൊക്കെ ആൾക്കാരുടെയാണ് പോയിട്ടുണ്ട് ഈ ഫോൺ ചോർത്തലിനുള്ള ശ്രമം ഉണ്ടായിരിക്കുന്നുള്ളത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഗിൽഡ് വന്നിട്ടുണ്ടല്ലോ, ഗിൽഡ് അസോസിയേഷന് വേണ്ടിയിട്ടുള്ള റിട്ട് പെറ്റീഷനും ഒരു ഇമ്പോർട്ടൻറ്റ് റിട്ട് പെറ്റീഷൻ തന്നെയാണ്. കാരണം ഇപ്പോൾ റിപ്പോർട്ടേഴ്സിന് സോഴ്സ് ഡിസ്ക്ലോസ് ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ ആർട്ടിക്കിൾ 19(1) വയലേറ്റ് ചെയ്യണ പോലെ തന്നെയാണ്. അപ്പോൾ ആ സോഴ്സിൻ്റെ ഡിസ്ക്ലോസ് ചെയ്യൽ മാത്രമല്ല, അവരുടെ ഇൻഫർമേഷൻ ഏത് രീതിയിലാണ് വരുന്നത് എന്നുള്ളത് അടക്കം. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇൻഫർമേഷൻ നമുക്ക് അതിൻ്റെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻ കറക്റ്റായിട്ട് വരാതിരിക്കും. ഇൻഫർമേഷൻ വരാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പബ്ലിക്കിന് ആ ഇൻഫർമേഷൻ അറിയിപ്പിക്കാൻ പോലും പറ്റാതെ വരും. അതെല്ലാം ഒരു നാച്ചുറൽ കോൺസിക്വൻസ് ആണ് ഇതിൻ്റെ. അതുകൊണ്ട് തന്നെ ലാർജർ പെർസ്പെക്റ്റീവിൽ ഇതിനെ കാണേണ്ടി വരും. കോടതി വലിയ വിശാല സ്വഭാവമുണ്ട് എന്നാണ് ശ്രീ ദേവരാജൻ. നോക്കൂ, ഇതിനകത്ത് BJPയുടെ പൊസിഷൻ, ഇത് മൺസൂൺ സെഷൻ തുടങ്ങാൻ പോകുമ്പോൾ സാധാരണ ഉണ്ടാകുന്ന പോലെ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു. സർക്കാരിനെ മുൾമുനയിൽ നിർത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഇങ്ങനെ എത്രയോ വിവാദങ്ങൾ സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്നു, ഏതെല്ലാം കേസുകളിൽ. എന്നിട്ട് അതിന് വല്ല ക്ലൈമാക്സും ഉണ്ടായെന്ന് ചോദിക്കുകയാണ് അവർ. നല്ല കോൺഫിഡൻസ് അവർക്കുണ്ട്. എത്ര വലിയ ഗുരുതര സ്വഭാവമുള്ള ഒരു ആക്ഷേപമാണെങ്കിലും സിമ്പിളായി മറികടക്കാൻ കഴിയുന്ന കോൺഫിഡൻസാണ് BJPക്കുള്ളത്. അല്ല, അതിൽ രണ്ട് കാര്യങ്ങളാണ് നിഷാദ് ഇതിലുള്ളത്. ഒന്നിപ്പോ BJPയുടെ കോൺഫിഡൻസ്, അവർക്ക് പാർലമെന്റിൽ ബ്രൂട്ട് മെജോറിറ്റി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അവർക്കുള്ള ഒരു മൃഗീയ ഭൂരിപക്ഷം ഉപയോഗിച്ച് അവർക്ക് പാർലമെന്റിൽ എന്ത് കാര്യവും നടത്തിയെടുക്കാവുന്നൊരു അനിതര സാധാരണമായ ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാധാരണഗതിയിൽ വളരെ സർക്കാസ്റ്റിക് ആയിട്ട് പറയുന്ന ഒരു വാക്കാണ്, ദോശ ചുട്ടെടുക്കുന്നത് പോലെ നിയമനിർമ്മാണം നടക്കുന്നു. സഭയിൽ ബഹളം നടക്കുമ്പോൾ പോലും അവിടെ നിയമനിർമ്മാണം നടക്കുകയാണ്. ഇന്നലെ നമ്മുടെ സഭയിൽ കണ്ട ഒരു വളരെ സുപ്രധാനമായ ഒരു ചിത്രം എന്ന് പറയുന്നത്,
നമ്മുടെ രാജ്യത്തിന് സമരം ചെയ്യാൻ കഴിയില്ല. സമരം ചെയ്താൽ നിങ്ങളെ അന്വേഷണം കൂടാതെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ അവകാശപ്പെടുത്തുന്ന ഒരു നിയമനിർമ്മാണം ഇന്നലെ ഇന്ത്യൻ പാർലമെന്റിൽ നടന്നു കഴിഞ്ഞു. എത്ര പേര് അതേപ്പറ്റി അതുമായി ബന്ധപ്പെട്ട് അവർക്ക് അറിയാൻ കഴിഞ്ഞു? എന്താണ് ആ ബില്ലിലെ വകുപ്പുകൾ, അതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്താണ് എന്ന് പോലും ആർക്കും അറിയാൻ കഴിയാത്ത തരത്തിൽ ആ ബഹളത്തിനിടയിൽ നിയമം പാസ്സാക്കി കൊണ്ടുപോകുന്നുണ്ട്. ഡെയിലി ഇങ്ങനെ നിയമങ്ങൾ പാസ്സാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ വിഷയത്തിലും പെഗാസസ് ഫോൺ ചോർത്തൽ വിഷയത്തിലും നിശ്ചയമായിട്ട് മറികടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം അവരുടെ പാർലമെന്റിലെ ശക്തി തന്നെയാണ്, അംഗബലം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് സുപ്രീം കോടതിയിൽ നടന്ന വാദങ്ങൾ. രണ്ട്, കഴിഞ്ഞ 10-12 ദിവസമായി ഇന്ത്യൻ പാർലമെന്റിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ. ഇത് രണ്ടും രണ്ടായി തന്നെ കാണുക. കോടതി മുമ്പാകെ ഒരു പിടി കേസുകൾ എത്തിയിരിക്കുന്നു. ഇന്ന് ബഹുമാന്യനായ ഈ BJP-യുടെ പ്രതിനിധി ശ്രീ ജയചന്ദ്രൻ മാസ്റ്ററുടെ പറഞ്ഞതല്ലല്ലോ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇവിടെ അഡ്വക്കേറ്റ് രഞ്ജിത് മാരാർ പറഞ്ഞതുപോലെ ഈ ശ്രീ ML ശർമ്മയുടെ കേസ് വാദിക്കാനായിട്ട് എടുത്തപ്പോൾ എന്റെ പേരാണ് ആദ്യം വന്നിട്ടുള്ളത്, അതുകൊണ്ട് എന്നെ വാദിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ബഹുമാനപ്പെട്ട കോടതി ഇടപെട്ടിട്ട് പറഞ്ഞത്, നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഹർജിയിലുള്ളതെല്ലാം വാർത്തകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആദ്യം കപിൽ സിബലിനെ കേൾക്കട്ടെ. അപ്പൊ കപിൽ സിബൽ ഹാജരായിരിക്കുന്നത് 2 മുതിർന്ന പത്രപ്രവർത്തകർക്ക് വേണ്ടിയിട്ടാണ്. ശ്രീ N രാമനും ശ്രീ ശശികുമാറിനും വേണ്ടിയിട്ടാണ് അദ്ദേഹം ഹാജരായത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം കൊടുത്തിരിക്കുന്ന പേപ്പറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ് എന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് തോന്നിയത് കൊണ്ടാണ് കോടതി ആ വാദം ആദ്യം കേൾക്കുവാൻ തയ്യാറായത് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്ക് മനസ്സിലാകുന്നതാണ്. ആ വാദത്തിനിടയിൽ 2 രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞ ഉത്തരം വളരെ ശ്രദ്ധേയമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഗൗരവമുള്ള വിഷയമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഹർജികൾ കേന്ദ്ര ഗവൺമെന്റിന് കൂടി അയക്കുക, എന്നിട്ട് അവരുടെ പ്രതിനിധി ഇപ്പോഴും ഇവിടെ ഹാജരില്ലാത്തതിനാൽ അവരുടെ വാദം കൂടി കേൾക്കുന്നതിന് വേണ്ടി നമ്മൾ ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിവെക്കുന്നു. ഇതിനർത്ഥം കേസിൽ കഴമ്പില്ലെന്നാണോ? ഇതിനർത്ഥം കോടതി ഇത് കേൾക്കാൻ വിസമ്മതിച്ചു എന്നാണോ? ഇതിനർത്ഥം കോടതി ഇത് തള്ളിക്കളഞ്ഞുവെന്നാണോ? അങ്ങനെയല്ലല്ലോ. കോടതി ഇനിയും കേൾക്കാൻ ഇരിക്കുകയാണ്. ഇനി കൊണ്ടുവരാൻ പോകുന്ന തെളിവുകൾ, കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി എന്താണ് പറയാൻ പോകുന്നത്, ഇതൊക്കെ കേട്ടിട്ടായിരിക്കും ഇനി കോടതി തീരുമാനമെടുക്കുന്നത്. 2, നമ്മൾ പാർലമെന്റിലേക്ക് വരിക. പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പാർലമെന്റ് സമ്മേളനത്തിന്റെ ബഹളം അവസാനിപ്പിക്കണമെന്ന് എന്തുകൊണ്ട് തോന്നുന്നില്ല? നിങ്ങളുടെ കൈകൾ ശുദ്ധമാണ് എന്നുണ്ടെങ്കിൽ ഒറ്റ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് 5 നിമിഷത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഇപ്പോഴത്തെ പാർലമെന്റ് സ്റ്റേൽമേറ്റ് നമുക്ക് അവസാനിപ്പിച്ചുകൂടെ? അതിലെ ജനാധിപത്യത്തിൽ ചെയ്യേണ്ടുന്നത്. ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒറ്റക്കെട്ടായും ഈ ഗവൺമെന്റിനെ തന്നെ പിന്തുണച്ച് അവരുടെ ക്യാബിനറ്റിൽ അംഗമായിരിക്കുന്ന ജനതാദൾ യുണൈറ്റഡ് എന്ന പാർട്ടിയുടെ നേതാവ്, ബീഹാർ മുഖ്യമന്ത്രി കൂടിയായ NDA-യുടെ ഘടകകക്ഷിയുടെ നേതാവ് പരസ്യമായി പറഞ്ഞില്ലേ, പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളെ ആധാരമാക്കി നോക്കുകയാണെങ്കിൽ ഇതിൽ കഴമ്പുണ്ട്, അതുകൊണ്ട് ഇത് അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്ന് അദ്ദേഹത്തിനും പറയേണ്ടി വന്നില്ലേ? അപ്പോൾ പ്രതിപക്ഷം ബഹളമുണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല ഈ വാദം ഉന്നയിക്കുന്നത്, ഭരണപക്ഷത്ത് നിന്നും വാദം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ജനാധിപത്യത്തിന്റെ കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് പാർലമെന്റിൽ സ്റ്റേറ്റ്മെന്റ് നടത്താം, പാർലമെന്റിന് അന്വേഷണം പ്രഖ്യാപിക്കാം. ഞാനിതിന്റെ കേസിന്റെ മെറിറ്റിലേക്ക് പോകാനല്ല ഉദ്ദേശിക്കുന്നത്. ഇത്തരമൊരു അവസ്ഥ ഇന്ത്യൻ പാർലമെന്റിൽ എത്രയെത്ര ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ്, എത്ര ഗുരുതരമായ നിയമനിർമ്മാണങ്ങൾ ഒരു ചർച്ചയും കൂടാതെ പാസ്സായി പോകുന്നു. നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ, സബ്ജക്ട് കമ്മിറ്റികൾക്കൊന്നും റെഫർ ചെയ്യാതെ ബില്ലുകളൊക്കെ എത്ര പെട്ടെന്നാണ് പാസ്സാക്കി കൊണ്ടുപോകുന്നത്. അത്തരം ഒരു സാഹചര്യം ജനാധിപത്യത്തിന് ഒട്ടും ഭൂഷണമല്ല. കേന്ദ്ര സർക്കാരിന് എന്തുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിക്കൂടാ എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അല്ലെങ്കിൽ ഒരു ചർച്ച അനുവദിച്ചുകൂടാ, അല്ലെങ്കിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചുകൂടാ. ശ്രീ ലാൽകുമാർ, ഇതിനകത്ത് BJP ഇപ്പോഴും എടുത്തു പാറ്റുന്ന ഒന്ന്, ഇന്ന് കോടതിയിൽ സംഭവിച്ച കാര്യങ്ങളെ കൂടി ചേർത്ത് വെച്ച് ഇത് കേവലമായ ആരോപണങ്ങളാണ്, പത്രവാർത്തകളാണ്, മാധ്യമ വാർത്തകൾ മാത്രമാണ്, ഇതിനെന്താണ് ആധികാരികത എന്ന ചോദ്യം ചോദിച്ചാൽ ഇപ്പോഴും അതിനകത്തൊരു തർക്ക വിഷയം നിലനിൽക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ വയർ പുറത്തുവിട്ടുള്ള വാർത്തകൾക്കകത്തുകൂടിയും നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അവരുടെ ഡാറ്റ ലോഗിൽ ഏതെങ്കിലും ഒരു മൊബൈൽ ഫോൺ കണ്ടിട്ടുണ്ടെങ്കിൽ ആ മൊബൈൽ ഫോൺ ഈ തരത്തിലുള്ള ചാരവൃത്തിക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്ന സംശയത്തിൻ്റെ ആനുകൂല്യം നൽകിയിട്ടുള്ളവയുണ്ട്. ഇപ്പോഴും പുറത്തുവിടാത്ത സംശയത്തിൻ്റെ ആനുകൂല്യം കൊണ്ട് മാത്രമുള്ള പാതി വിവരങ്ങൾ മാത്രം പുറത്തു വന്ന ഫോൺ നമ്പറുകളും വ്യക്തികളെക്കുറിച്ചുള്ള വിശദാംശങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായ ആധികാരിക സ്വഭാവത്തിലേക്ക് ഇപ്പോൾ പുറത്തുനിന്നുള്ള വിവരങ്ങൾ വന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ അതേസമയം പ്രശാന്ത് കിഷോറിനെ പോലുള്ള ആളുകൾ അവരുടെ ഫോൺ ഈ പറയുന്ന ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും അതിനകത്ത് ചില ചോർത്തലുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്.
എങ്ങനെയാണ് ഇതിനെ എടുക്കേണ്ടത്? അതായത് ഇത് ഒരു ചാരവൃത്തി നടന്നോ എന്ന ആധികാരിക വിവരമുണ്ടോ? അവ ഗവൺമെൻറ് ചെയ്തതാണ് എന്ന് തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്ത് വിവരമുണ്ട് എന്നൊക്കെയാണ് ഗവൺമെൻറ് ചോദിക്കുന്നത്. നിഷാദേ, ഇവിടെ മാസ്റ്റർ പറഞ്ഞ ജയചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞ ആദ്യത്തെ വാദം എന്തായാലും സുപ്രീം കോടതിയിലെ അഭിഭാഷകനായ രഞ്ജിത്ത് മാരാർ പറഞ്ഞപ്പം അത് കഴിഞ്ഞു കിട്ടി. കാര്യം അദ്ദേഹത്തിന്റെ വാദം ദേവരാജനും അതിന് കൃത്യമായ മറുപടി പറഞ്ഞു, UDF പ്രതിനിധി. അപ്പൊ അതിലേക്ക് ഇനിയും പോകണമെന്ന് തോന്നുന്നില്ല. കാര്യം അദ്ദേഹം പറഞ്ഞതിന് വലിയ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല ഈ ഘട്ടത്തിൽ. പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഭാഗമായിരിക്കുന്ന എത്ര പേരുടെ ഫോൺ കോംപ്രമൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നിഷാദ് ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നെ കേൾക്കുന്നവരെന്ന് ആലോചിച്ച് നോക്കൂ. സ്മൃതി ഇറാനിയുടെ, പിന്നെ ഈ പറയുന്ന IT മന്ത്രിയുടെ തന്നെ ഒക്കെ ഫോൺ കോംപ്രമൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്ന് വെച്ചാൽ സ്ട്രാറ്റജിക് ഡിസിഷൻ എടുക്കുന്ന, പോളിസി മേക്കിങ്ങുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുടെ പോലും ഫോൺ കോംപ്രമൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിന്റെ സുരക്ഷ എന്താണ്? ഞാൻ മറ്റുള്ളവരുടെ പത്രപ്രവർത്തകരുടെ കാര്യം അവിടെ നിൽക്കട്ടെ, അതിലേക്ക് ഞാൻ വരാം. ഈ പറയുന്ന രണ്ടുപേർ, കുറെ പേരുണ്ട് സുപ്രീം കോടതി ജസ്റ്റിസിന്റെ, മുൻ ജസ്റ്റിസിന്റെ, ഈ പറയുന്ന ആൾക്കാരുടെയൊക്കെ ഫോൺ കോംപ്രമൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഫോറൻസിക് പഠനത്തിൽ പറയുന്നു. അത് അംനസ്റ്റി എല്ലാം കൂടെ ചേർത്ത് ചെയ്തിരിക്കുന്നതാണല്ലോ. കോംപ്രമൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയത്തിൽ ഒരു അന്വേഷണം നടത്തണ്ടേ? ആരാണ് നടത്തേണ്ടത്? ഇവരുടെ ഫോൺ കോംപ്രമൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് വെളിയിൽ നിന്നൊരാളാണെങ്കിൽ, എന്ന് വെച്ചാൽ ഒരു എനിമി ഏലിയനോ അങ്ങനെ ആരെങ്കിലും ആണ് നമ്മുടെ സ്റ്റേറ്റിന്റെ സോവറിനിറ്റിയെ ബ്രീച്ച് ചെയ്തിരിക്കുന്നെങ്കിൽ അത് അറിയാനുള്ള ബാധ്യത ഇവിടുത്തെ ജനങ്ങൾക്കില്ലേ? അതിനൊക്കെ ഉപരി ഈ ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ടുള്ള മോഡിയുടെ കൂട്ടത്തിലിരിക്കുന്ന ആൾക്കാർക്ക് മോഡിക്കുമില്ലേ? ഈ രാജ്യത്തെ സംരക്ഷിച്ച് നിർത്തേണ്ടവരല്ലേ ഇവർ? അപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കീഴിലിരിക്കുന്ന ആൾക്കാരുടെ ഫോൺ കോംപ്രമൈസ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിന്റെ ജഡ്ജിന്റെ ഫോൺ കോംപ്രമൈസ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് വലിയൊരു ആഘാതമേക്കുന്നു എന്നല്ലേ? അതിനെക്കുറിച്ച് അന്വേഷണം നടത്തേണ്ടത് മമതാ ബാനർജിയോ പിണറായി വിജയനോ നിഷാദ് റാവുത്തറോ ലാൽകുമാറോ ആണോ? ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനല്ലേ കഴിയൂ. യഥാർത്ഥത്തിൽ സ്റ്റേറ്റിന് തന്നെ, സെൻട്രൽ ഗവൺമെന്റിന് തന്നെ ഇതിനകത്തൊരു താല്പര്യം വരികയും ആ താല്പര്യത്തിനനുസരിച്ച് ഒരു അന്വേഷണം നടത്തണ്ടേ? അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ പ്രശ്നം ഇത് കോംപ്രമൈസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിലേക്ക്, ഈ ഒരു പൊളിറ്റിക്കൽ നറേറ്റീവിലേക്ക് ഇവർ മാറുകയാണ്. അതെന്തുകൊണ്ടാണ്? വളരെ സിമ്പിൾ ആയിട്ടൊരു ചോദ്യം. ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇവിടുത്തെ പ്രതിപക്ഷം അല്ലെങ്കിൽ ജനാധിപത്യ വിശ്വാസികളായ മനുഷ്യർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾ ഇത് വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ലയോ? നമുക്ക് ഒരു സാധാരണഗതിയിൽ ഒരു മറുപടി കേട്ടുക, ഉണ്ട്. അല്ല എങ്കിൽ എന്താ മറുപടി? ഇല്ല. BJP-ക്കാരോട് ചോദിച്ചാൽ ഇപ്പൊ അവർ പറയും ഉണ്ടില്ല എന്ന് പറയും. അങ്ങനെ അവർ പറയുന്നേ. കാര്യം ഇതിന് കൃത്യമായ ഒരു മറുപടി വേണ്ടേ? ഇതിനെതിരെ അടുത്ത കാര്യം, ഇത് വെളിയിൽ നിന്നുള്ള NSO കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അവർ വെറ്റഡ് ഗവൺമെന്റ്സിന് മാത്രമേ ഇത് കൊടുത്തിട്ടുള്ളൂ എന്നവർ പറഞ്ഞിട്ടുണ്ട്. അവരുടെ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആണ്. വെറ്റഡ് ഗവൺമെന്റ്സിന് മാത്രമേ കൊടുത്തിട്ടുള്ളതെങ്കിൽ മറ്റ് രാജ്യത്തിൽ നിൽക്കുന്ന ആൾക്കാർ ആരെങ്കിലും ആണ് ഇത് ഇവിടെ ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ഇന്ത്യയുടെ സോവറിനിറ്റി, പരമോന്നതമായ ആ ഒരു കാര്യമുണ്ടല്ലോ, അതിനെ ബ്രീച്ച് ചെയ്യല്ലേ ചെയ്തിരിക്കുന്നത്. താങ്കൾ പറഞ്ഞത് നമ്മുടെ രാജ്യ സുരക്ഷയുടെ പ്രശ്നം എന്തുകൊണ്ട് അന്വേഷിക്കണമെന്നാണ്. പക്ഷെ ഇതിന്റെ ഈ ചോർത്തപ്പെട്ട ആളുകളുടെ മുഴുവൻ പട്ടിക എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇത് രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണോ, അതോ ഒരു ഡൊമസ്റ്റിക് പൊളിറ്റിക്കൽ കൺട്രോൾ അല്ലെങ്കിൽ ഒരു ആഭ്യന്തര രാഷ്ട്രീയ അറേഞ്ച്മെന്റിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവയെ നിരീക്ഷിക്കാനുള്ള സംഗതിയാണോ എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. അപ്പോൾ സർക്കാരിന് അങ്ങനെ ഞെട്ടേണ്ട ഒരു സംഗതി ഈ ആളുകളുടെ പട്ടിക കാണുമ്പോൾ ഇല്ല. നിഷാദെ, ഞാൻ അതിലേക്കാണ് വരുന്നത്, അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അപ്പം ഇവർക്ക് തന്നെ താല്പര്യമില്ലാത്തൊരു സാഹചര്യം വരാനുള്ള കാര്യം എന്താണ്? നിങ്ങൾ നോക്കൂ, ഇന്ത്യയിലെ 40 മാധ്യമ പ്രവർത്തകരെ ഒറ്റിയിട്ടുണ്ട് ഇവർ. എന്നുവെച്ചാൽ ഈ സ്പൈവെയർ ആണല്ലോ, ഇത് മാൽവെയർ ആണല്ലോ. ഇതുകൊണ്ട് 40 മാധ്യമ പ്രവർത്തകരെയും ഇന്ത്യൻ ജുഡീഷ്യറിയിൽ ഇരിക്കുന്ന ആൾക്കാരെയും ഒക്കെ ഇവര് ഈ സാധനം വയലേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്നെ കേൾക്കുന്ന ജനങ്ങൾ ആലോചിക്കുക, ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകരുടെ ഡീറ്റെയിൽസ് എടുത്തിട്ട് വിദേശ രാജ്യത്തെ ഒരു അധിപനോ ഒരു ഗവൺമെന്റിന് എന്ത് ചെയ്യാനാണ്? അവർ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ക്യാബിനറ്റ് മിനിസ്റ്റർമാരുടെയോ പ്രധാനമന്ത്രിയുടെയോ അമിത്ഷായുടെയോ ഒക്കെ ഉപയോഗിക്കാം, ഇല്ലേ? അപ്പൊ അമിത്ഷായുടെയും പ്രധാനമന്ത്രിയുടെ ഒന്നും ഈ പറയുന്ന വലിയ ആൾക്കാരുടെ ഒന്നും പോകാതെ ഈ പറയുന്ന നമ്മൾ ഈ ജനാധിപത്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരുടെ ഫോണുകൾ മാത്രം കോംപ്രമൈസ് ചെയ്യപ്പെടുകയും അതിന്റെ കൂട്ടത്തിൽ 1 or 2 ക്യാബിനറ്റ് മിനിസ്റ്റർമാരുടെ പേരും കൂടെ വരുന്നു. ഞാൻ ഇത് ഉറപ്പിച്ച് വിശ്വസിക്കുന്നത് ഇത് ഗവൺമെന്റിന് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാര്യം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഒക്കെ അറിയാതെ ഇങ്ങനൊരു സ്ട്രാറ്റജിക്ക് ഇങ്ങനൊരു കാര്യം എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആർട്ടിക്കിൾ 21 വയലേറ്റ് ചെയ്യുന്നുണ്ടെന്ന് അഡ്വക്കേറ്റ് പറഞ്ഞത് അത് കൃത്യമാണ്. അപ്പൊ ഇത് എന്റെ വിശ്വാസം, ഈ പറയുന്ന ജനാധിപത്യത്തിനെക്കാട്ടിലും വലുതായ, ഇന്ത്യയെക്കാട്ടിലും വലുതെന്ന് കരുതുന്ന
ഇന്ത്യൻ ജനാധിപത്യത്തിന് മേളിലുള്ള ഇമേജ് ഉള്ള ചില ആൾക്കാർക്ക് വേണ്ടി ചില ആൾക്കാർ ചെയ്യുന്നതായിരിക്കും. അത്രമാത്രം ഞാൻ പറയുന്നുള്ളൂ. ചില എന്ന് ഞാൻ പറയാൻ കാര്യം, ഞാൻ അങ്ങനെ എനിക്ക് പറയാൻ സാധിക്കുന്നുള്ളത് കൊണ്ട് മാത്രം പറയുകയാണ്. പക്ഷേ ഇത് അപകടകരമായ ഒരു അന്തരീക്ഷമാണ്. വെളിയിൽ നിൽക്കുന്ന ഏതേലും ഒരു രാജ്യത്തിന്റെ തലവന് ഇവിടുത്തെ സുപ്രീം കോടതിയുടെ ജഡ്ജിയുടെ ഡീറ്റെയിൽസും എൻറാമിന്റെ ഡീറ്റെയിൽസും കിട്ടേണ്ട കാര്യമില്ല. എൻറാമിന്റെ ഡീറ്റെയിൽസ് കിട്ടേണ്ടത് ആർക്കാണ് എന്ന് ഇതിനകത്ത് 2019 ചോർത്തലുമായി ബന്ധപ്പെട്ട് വാട്സാപ്പിന്റെ കേസ് US-ൽ ഉണ്ട്. അതിനകത്ത് വാട്സാപ്പിന് കേസിനകത്ത് പെഗാസസ് എന്ന് പറയുന്നത് ഇത് ഗവൺമെന്റുകൾക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു വിവരം പുറത്തു വരുന്നുണ്ടല്ലോ. ദ ഗാർഡിയൻ പുറത്തുവിട്ട ഒരു വിവരപ്രകാരം 2017 ഇസ്രായേൽ പ്രധാനമന്ത്രി സന്ദർശിക്കുമ്പോൾ അവിടെ നമ്മൾ വസേനാർ കരാർ പ്രകാരമാണ് ഈ സംഗതി വാങ്ങിച്ചിട്ടുള്ളത് എന്ന വിവരം കൂടി അവർ പുറത്തുവിടുകയാണ്. ലാലു ചോദിക്കുന്നത് നമ്മൾ ഈ സാധനം വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ കൃത്യതയുള്ള ഉത്തരമില്ല. വേറെ 2 രാജ്യങ്ങൾ അന്വേഷണം നടത്തുന്നു, ഗുരുതരമായ സംഗതി എന്ന നിലയ്ക്ക്. നമ്മൾ അന്വേഷണം നടത്തുന്നുണ്ടോ? നമുക്ക് അന്വേഷണം വേണ്ട. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഈ 2 കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ലാത്ത എന്തുകൊണ്ടാണ്? നിഷാദെ, ലാല് തന്നെ ഈ ചർച്ചയുടെ വിധി ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. കാരണം അദ്ദേഹത്തിന് ഉത്തരവൊന്നും പറയാനില്ല. മറ്റുള്ളവരൊക്കെ പറഞ്ഞു അദ്ദേഹത്തെ ഉത്തരവാണ്. പക്ഷെ അത് കേൾക്കുന്ന ശ്രോതാക്കളാണോ തീരുമാനിക്കേണ്ടത്. താങ്കൾ പറഞ്ഞ വാദവും കോടതി ചോദിച്ച കാലിഫോർണിയ കോടതിയിൽ പെഗാസസിന്റെ NSO കൊടുത്ത മൊഴിയാണ് നിഷാദെ. അവരുടെ മൊഴിയാണ് വിശ്വാസയോഗ്യമെങ്കിൽ അവർ വാക്യം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഈ ലിസ്റ്റിൽ പുറത്തു വന്ന 10 രാജ്യങ്ങളിൽ പലരും ഞങ്ങളുടെ കസ്റ്റമർ അല്ല. ഇന്ത്യ ഞങ്ങൾ ഈ കാര്യത്തിൽ കസ്റ്റമർ അല്ല. ഒരു വാദഗതിയിൽ പെഗാസസിന്റെ വാക്കുകൾ, NSOയുടെ വാക്കുകൾ കാലിഫോർണിയ കോടതിയിൽ കൊടുത്തത് അത് നമ്മൾ വിശ്വസിക്കുകയും മറുവാദി വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നതിന്റെ പേരില്ല. മാത്രമല്ല, കോടതി ഇത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. വളരെ കൃത്യമായിട്ട് കോടതി ചോദിച്ചു. കപിൽ സിബലിനോട് തന്നെയാണ് ചോദിച്ചത്. മറച്ചു വെക്കേണ്ട നമ്മൾ കാലിഫോർണിയയിലെ കോടതി നടപടികളെ ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ്? കപിൽ സിബൽ കേസ് ഇപ്പോഴും കോടതി പരിഗണനയിലാണ്. ജസ്റ്റിസ് വീണ്ടും ചോദിച്ചു. ചില മാധ്യമങ്ങളുടെ പട്ടികയിലുണ്ടല്ലോ കാലിഫോർണിയയിലെ കോടതിയിലെ രേഖകളിൽ ഉള്ളതായി നിങ്ങളുടെ ഹർജിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകരുടെ പേരുകൾ പട്ടികയിൽ ഉണ്ടെന്ന് കാലിഫോർണിയ കോടതിയിലെ രേഖകളിൽ ഉള്ളതായി നിങ്ങളുടെ ഹർജിയിൽ പറഞ്ഞിട്ടുണ്ടോ? എന്താ കപിൽ സിബൽ പറഞ്ഞത്? അങ്ങ് പറഞ്ഞതാണ് ശരി, അങ്ങനെ പേരുകളില്ല. ഇന്ത്യയിലെ 122 പേരുകളെ ഫോൺ ചോർത്തിയെന്ന് ഗവൺമെന്റ് നിഷേധിച്ചിട്ടില്ല എന്ന വാർത്ത മാത്രം അദ്ദേഹം പറയുന്നത്. ഇതിനപ്പുറത്തേക്ക് വീണ്ടും അദ്ദേഹം പറയുന്നു എന്തുകൊണ്ട് സർക്കാർ എടുത്തില്ല എന്നതിനാണ് കോടതി കൃത്യമായി ചോദിച്ചത്. മാധ്യമ വാർത്തയ്ക്കപ്പുറത്തേക്ക് നിങ്ങളുടെ കൈവശം എന്ത് തെളിവുകളുണ്ട്? അത് തന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മുന്നോട്ട് പോകാം. മാത്രമല്ല, ഇത്രയും കാലതാമസം, ഇതിന് നടപടിക്രമങ്ങൾ പാലിക്കാതിരിക്കൽ, ഈ പാർലമെന്റിലെ ബഹളമുണ്ടാക്കി സ്തംഭിപ്പിക്കൽ. നേരത്തെ ദേവരാജൻ പറഞ്ഞു പാർലമെന്റ് ജനാധിപത്യത്തെക്കുറിച്ച് അദ്ദേഹം വാദോടെ സംസാരിക്കുമ്പോൾ ഞാൻ പാർലമെന്റ് നടക്കാൻ പോലും നിങ്ങൾ അനുവദിച്ചോ? എന്നതിനെ കുറിച്ചൊക്കെ പറയാൻ പോയാൽ പാർലമെന്റ് നിങ്ങൾ ദിവസങ്ങളോളം തടസ്സപ്പെടുത്തിയിട്ടുള്ള കാലമുണ്ട്, നമുക്കറിയാം. ജനാധിപത്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി അത് തടസ്സപ്പെടുത്താനേ പാടില്ല. എന്ത് വന്നാലും നിലയെടുക്കരുത്. അങ്ങനെയല്ല നിങ്ങൾ എടുത്തിട്ടുള്ളൂ. ഞാൻ ചോദിക്കുന്നത് അതല്ല, എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ കൈകൾ ശുദ്ധമാണ് എങ്കിൽ ഇന്ത്യയിൽ അങ്ങനെ ഒരു തരത്തിലുള്ള കോംപ്രമൈസിങ് ഫോണിൻ്റെ കാര്യത്തിൽ നടന്നിട്ടില്ല, ഒരു ചോർത്തലും ഉണ്ടായിട്ടില്ല എങ്കിൽ അത് ഒരു സ്റ്റേറ്റ്മെൻറ്റായി, ചട്ടപ്രകാരമുള്ള സ്റ്റേറ്റ്മെൻറ്റായി സഭയിൽ പറയാത്തത്, പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുക്കാത്തത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ആ വിഷയത്തിലൊരു തുറന്ന ചർച്ചയ്ക്ക് ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് പറയാത്തത് എന്തുകൊണ്ടാണ്? 2 രാജ്യങ്ങൾ അന്വേഷണം പ്രഖ്യാപിക്കുന്നു. മമതാ ബാനർജി അന്വേഷണം പ്രഖ്യാപിക്കുന്നു, ജുഡീഷ്യൽ അന്വേഷണം. എന്തുകൊണ്ടാണ്? ആവശ്യമെങ്കിൽ അന്വേഷണമാവാം. ഇനിയിപ്പോൾ ഈ പറയുന്ന ആളുകൾക്കുണ്ടല്ലോ, അതായത് സുപ്രീം കോടതി ജഡ്ജി ചോർത്തപ്പെട്ടു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനൊരു കൺസേൺ ഉണ്ടാവുമല്ലോ. പ്രശാന്ത് കിഷോർ അദ്ദേഹത്തിൻ്റെ ഫോൺ ഫോറൻസിക് പരിശോധന നടത്തി ഈ പറയുന്ന കോംപ്രമൈസിങ്ങിന് വിധേയമാക്കപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ കണ്ടെത്തിയ കേസുകളുണ്ട്. അപ്പോൾ ഈ പൗരന്മാരായ പ്രധാനികളായ ആളുകൾ അവർക്കൊക്കെ ഈ കാര്യത്തിൽ കൺസേൺ ഉണ്ട്. എൻ്റെ ഫോൺ ചോർത്തപ്പെട്ടോ, എൻ്റെ ഫോണിൽ നിന്ന് വിവരങ്ങൾ പോയോ എന്ന് ആശങ്കയില്ലേ? അതിൽ ഈ പറയുന്ന ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഉണ്ട്, ജഡ്ജിമാരുണ്ട്, പ്രധാന മാധ്യമപ്രവർത്തകരുണ്ട്. അവർക്ക് വേണ്ടിയെങ്കിലും അവരെ വിശ്വാസത്തിലെടുക്കാനെങ്കിലും ഒരു അന്വേഷണം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് വേണ്ട എന്ന് തീരുമാനിക്കുന്നതിൻ്റെ ധാർഷ്ട്യം എങ്ങനെ വരുന്നതാണ്? നിഷാദെ, താങ്കൾ മറച്ചു വെച്ചതാണോ മറന്നു പോകുന്നതാണോ എനിക്കറിയില്ല. ഇതിനെക്കുറിച്ച് ഗവൺമെന്റ് ആദ്യ ദിവസം തന്നെ അശ്വിനി വൈഷ്ണവ് IT വകുപ്പ് മന്ത്രി വളരെ കൃത്യമായിട്ട് വ്യാജ വാർത്ത ചമയ്ക്കുന്നത് പുതിയ അനുഭവമല്ല, ഈ വാർത്ത അടിസ്ഥാനരഹിതമാണ്, ഇതിൽ യാതൊരു കഴമ്പുമില്ല, ഗവൺമെന്റ് ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല, നമുക്ക് ചട്ടപ്രകാരം ക്രമമായിട്ട് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ദേശസുരക്ഷയുമായി ബന്ധിപ്പിക്കുന്ന വിഷയമായതുകൊണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ ചട്ടപ്രകാരം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അതെ, ഇവിടെ പ്രതിപക്ഷ അമിത്ഷാ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറയുക, പ്രധാനമന്ത്രി പറയണം. ഞാൻ ചോദിക്കട്ടെ, ഗവൺമെന്റ് ഒരു കൂട്ടുത്തരവാദിത്തത്തിൽ പ്രവർത്തിക്കുന്ന സംവിധാനമല്ലേ? ദേവരാജിനോട് ചോദിച്ചു നോക്കൂ. അത് ഏതെങ്കിലും ഒരു മന്ത്രി പറയുന്നത് വിരുദ്ധമാണോ? മറ്റൊന്ന് ഗവൺമെന്റ് വിരുദ്ധ അഭിപ്രായം ഉണ്ടാവുമോ?
ഒരു ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു കൂട്ടത്തോടെ പ്രവർത്തിക്കുന്ന സർക്കാരല്ലേ? അശ്വനി ദേവ് IT വകുപ്പ് മന്ത്രി പറഞ്ഞാലും സ്വന്തം വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞാലും പ്രധാനമന്ത്രി പറഞ്ഞാലും ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞാലും ഒരു ഞാൻ ചോദിക്കുന്നത് അതല്ല മാഷെ, ഇതിനകത്ത് ജയചന്ദ്രൻ വിഷയം മാസ്റ്റർ എന്റെ ഫോൺ ചോർത്തി എന്ന വിവരം വരികയാണ്, ലാൽകുമാറിന്റെ ഫോൺ ചോർത്തി എന്ന വിവരം വാർത്ത വരികയാണ്, ദേവരാജന്റെ ചോർത്തി അല്ലെങ്കിൽ രഞ്ജിത്ത് മാരാരുടെ ചോർത്തി എന്ന് വന്നാൽ ഞങ്ങളിത് ആരോട് ചോദിക്കണം? സർ, എൻ്റെ ഫോൺ ചോർത്തി എന്ന വിവരങ്ങൾ അന്താരാഷ്ട്ര കൺസോർഷ്യം പുറത്തുവിടുന്നു, നമുക്ക് അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഇല്ല, നിന്റെ ഫോൺ ചോർത്തിയിട്ടില്ല, അന്വേഷിക്കുന്നില്ല എന്ന് ഗവൺമെന്റ് പറഞ്ഞതിലെ യുക്തി എന്താണ്? അതാണ് ചോദിക്കുന്നത്. അല്ല നിഷാദെ, 2019 വന്നിട്ട് ഇതുവരെ ഗവൺമെന്റ് മുമ്പിൽ അന്വേഷണ ഉദ്യോഗസ്ഥ സംവിധാനം മുമ്പിൽ പരാതി എത്തിയിട്ടില്ല. ഇതും പരാതി എത്തിയിട്ടില്ല. കോടതി ചോദിച്ചത് അതല്ലേ, നിങ്ങൾ ചോർത്തപ്പെട്ട ആരെങ്കിലും കേസ് വന്നിട്ടുണ്ടോ? ആകെ ഉള്ളത് മിശ്ര മാത്രമാണ്. മറ്റുള്ളവരെന്താ പറഞ്ഞത്? ഇല്ല. ശരി, ഈ പരാതി ഉള്ളവർ ആരെങ്കിലും ഗവൺമെന്റ് സംവിധാനം അന്വേഷണം നടത്തേണ്ടത് സർക്കാരിനപ്പുറത്തേക്ക് സർക്കാർ സംവിധാനമല്ലേ, പോലീസ്, മറ്റ് എന്തുകൊണ്ട് അന്വേഷണ ഏജൻസിയുടെ മുമ്പിൽ ഒരു പരാതി കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് അവരുടെ കാര്യം വിശദീകരിക്കുന്നില്ല? അവിടെയാണ് നമ്മൾ ഉത്തരമെത്തുന്നത്. ഇവർക്കൊന്നും ആവശ്യം അന്വേഷണമോ നടപടികളോ സത്യസന്ധമായി വിവരം പുറത്തു വരലോ അല്ല. ഇത് ഈ ഗവൺമെന്റിന് ഒരു കാരണവശാലും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. ഞങ്ങൾ പാർലമെന്റ് നടത്താൻ സമ്മതിക്കില്ല. കാലിഫോർണിയയിലെ കേസിനെ കുറിച്ച് പറഞ്ഞു. ആ കാലിഫോർണിയ കേസിനകത്ത് അന്വേഷണ ഏജൻസി പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ അവിടെ കോടതിയിൽ വന്നിട്ടുള്ള വിവരം എന്താണ്? ഒരു ഗവൺമെന്റൽ ആക്ടർ ഇതിനകത്തുണ്ട്, ഗവൺമെന്റൽ ആക്ടറാണ് ഇത് ചെയ്തിട്ടുള്ളതെന്നാണ് 2019 ചോർത്തലുമായി ബന്ധപ്പെട്ട് കോടതിയിൽ വന്നിട്ടുള്ള ആധികാരിക വിവരം. ഗവൺമെന്റൽ ആക്ടർ എന്ന് പറഞ്ഞാൽ പോലീസ് ആവാം, IB ആവാം, മറ്റ് കേന്ദ്ര ഏജൻസികളാവാം, സർക്കാർ തന്നെ ആഭ്യന്തര മന്ത്രാലയം തന്നെ നിർദ്ദേശിക്കുന്നതാവാം, പലതുമാവാം. പക്ഷേ ഗവൺമെന്റൽ ആക്ടറാണ് ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന കാര്യം വെളിവാക്കപ്പെട്ടിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ ഇതിനകത്ത് പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ ഒരു ഡൊമസ്റ്റിക് പൊളിറ്റിക്കൽ കൺട്രോളിന് വേണ്ടിയാണ് ഇത് ഉപയോഗിച്ചതെന്ന് ചോർത്തപ്പെട്ട ആളുകളുടെ മുഴുവൻ വിവരങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ കാണാം. അപ്പോൾ താല്പര്യം എന്താണ് എന്ന് പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാവുന്ന ഒന്നാണ്. അപ്പോൾ സാങ്കേതികമായ ഒരു കണ്ണി മാത്രം അകന്നിരിക്കുന്നു എന്നതിലാണ് നിങ്ങൾ പിടിച്ചിട്ടുള്ളത്. പക്ഷേ സംശയം അതുകൊണ്ട് മാറിയിട്ടില്ല, പുകമറ മാറിയിട്ടില്ല. അത് വ്യക്തത വരുത്തണം. നിങ്ങൾ നിഷേധക്കുറിപ്പുകൾ ഉണ്ടായിട്ടില്ല എന്ന് മാത്രം പറഞ്ഞാൽ ഇത് തീരില്ല. അല്ല നിഷാദെ, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ കാലിഫോർണിയ കോടതിയിലെ കേസിന്റെ സംവിധാനം എവിടെയാണ് ഉള്ളത്? വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞു, ഈ വ്യാജ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടിയിലേക്ക് നീങ്ങും. ഞാൻ മനസ്സിലാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് വയറാൻ തോന്നുന്നു ആ കേസ് കാലിഫോർണിയ കോടതിയിൽ എത്തിച്ചത്. അവരുടെ കൊടുത്ത വാദഗതികൾ പബ്ലിക് ഡൊമൈനിലിട്ട് അവർ പനങ്ങാതിരിക്കാൻ തുടങ്ങി. എന്താ കാരണം? അവർക്കറിയാം ഇതിനൊന്നും വസ്തുതാപരമായിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് കപിൽ സിബൽ പാർലമെന്റിൽ കോടതിയിൽ പറഞ്ഞത്. അതിനെക്കുറിച്ച് കോടതിയിൽ കേസ് നടക്കുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ചോദിച്ചപ്പോൾ ഈ പേരുകൾ ഉണ്ട് എന്ന കാര്യം പോലും കപിൽ സിബൽ പറഞ്ഞില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്ത്യയിൽ ഇവർ ഉന്നയിച്ചിരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തോടും ഇന്ത്യയിൽ ഉന്നയിച്ചിരിക്കുന്ന ആളുകളോടും വളരെ കൃത്യമായിട്ട് പെഗാസസും NSOയും പറഞ്ഞിരിക്കുന്നു, ഈ വ്യാജ വാർത്തയുടെ പുറകിലേക്ക് നിർച്ച ആളുകളെ ഞങ്ങൾ നിയമപരമായി നേരിടും, നിയമ നടപടി നേരിടും. സമയത്ത് ഇത് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. കോടതിയുടെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ ആകെ തന്നെ പ്രധാന വിഷയമാക്കി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്റ്റെപ്പ് എടുക്കാൻ പ്രതിപക്ഷവും അങ്ങനെ മെനക്കെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു എക്സ്റ്റൻഷനാണ് ശരിക്കും പറഞ്ഞാൽ 2021 നമ്മൾ കേൾക്കുന്ന ഈ പെഗാസസ്, ഈ ചാരവൃത്തി കഥ. അപ്പോൾ അതിനകത്ത് ഒരു ലൂസായ സമീപനം സ്വീകരിച്ചോ ആദ്യഘട്ടത്തിൽ ഇത് പുറത്തു വന്നപ്പോൾ പ്രതിപക്ഷം പോലും? അല്ല നിഷ, ഇതിനകത്ത് എന്റെ ഒരു ചോദ്യം ബഹുമാനപ്പെട്ട ശ്രീ എങ്ങനെയാണ് ഒരു ഫോൺ ചോർത്തി എന്ന് കണ്ടുപിടിക്കപ്പെടുക? എന്റെ ഫോൺ ചോർത്തിയിട്ടുണ്ടോ എന്ന് ഒരു അന്വേഷണം നടത്താതെ എങ്ങനെയാണ് അറിയാൻ കഴിയുക? ആരാണ് ആ അന്വേഷണം നടത്തുക? ഞാൻ ആരോട് ചോദിച്ചിട്ടാണ് എന്റെ ഫോൺ ചോർത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ കഴിയുക? ഇവിടെ ജനാധിപത്യത്തിന്റെ 4 തൂണുകളിലെ പ്രധാനികളായ കുറെ ആളുകളുടെ ഫോണുകൾ ചോർത്തിയിരിക്കുന്നുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഒരു ഇന്ത്യൻ ഓൺലൈൻ മാധ്യമവും വിവരം പുറത്തു കൊണ്ടുവരുന്നു. സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ളതാണ് എന്നുകൂടി ഓർക്കുക. ഈ പറഞ്ഞ മന്ത്രി, IT മന്ത്രി, അദ്ദേഹം സഭയിൽ പ്രസ്താവന നടത്തി ആ പ്രസ്താവനയുടെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഫോണും ചോർത്തപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തു വന്നത്. അപ്പൊ ഇങ്ങനെ ആരോപണങ്ങൾ പുറത്തു വരുമ്പോൾ ഈ ആരോപണങ്ങളിൽ ഏതെങ്കിലും കഴമ്പുണ്ടോ എന്ന് അറിയുവാൻ വേണ്ടി ഒരു റാൻഡം ടെസ്റ്റിംഗ്, ഒരു 5ഓ 6ഓ ഫോണുകൾ ചോർത്തപ്പെട്ടിട്ടുണ്ടോ എന്ന് ആ ഫോണുകൾ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന പുകമറ എല്ലാം ഒടുങ്ങി കിട്ടുമല്ലോ. ഇനി അഥവാ ചോർത്തപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അന്വേഷണമാകാമല്ലോ. ഈ പെഗാസസ് എന്ന് പറയുന്ന ഈ മാൽവെയറിന്റെ ഫീച്ചറുകളായി പുറത്തു വരുന്നത് ഇത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഫോണിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇതിനായി ഒരു ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്യേണ്ടുന്ന ആവശ്യമില്ല.
സ്റ്റാൻ സ്വാമി അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ പോലും അറിയാതെ എന്റെ കമ്പ്യൂട്ടറിൽ ഒരുപാട് ഡോക്യുമെന്റുകൾ ഇവർ കുത്തി തിരികെ എന്നുള്ളതാണ്. അത് ഏതെങ്കിലും ഒരു പെൻഡ്രൈവ് കൊണ്ടുവന്ന് അകത്തേക്ക് കടത്തി എന്നുള്ളതല്ല. ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഒരു സ്റ്റാൻഡ് അലോൺ മെഷീനിൽ പോലും ദൂരെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഈ മാൽവെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുമെന്നുള്ള ടെക്നോളജിയാണ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതാണ് ഈ പെഗാസസ് എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയർ ഫോൺ ചോർത്തിയിട്ടുണ്ടോ എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പരിശോധന നടത്തണം, അല്ലാതെ പറ്റില്ല. ഒന്ന്. രണ്ട്, ഇന്ന് കൽക്കത്തയിലെ പത്രങ്ങളിൽ വന്ന ഒരു വാർത്തയാണ്. അതായത് മുൻ സുപ്രീം കോടതി ജഡ്ജി മദൻ ലോക്കൂറിനെയും മുൻ കൽക്കട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജ്യോതിർമയി ഭട്ടാചാര്യയും ചേർന്നുള്ള ഒരു അന്വേഷണ കമ്മീഷൻ ബംഗാൾ ഗവൺമെന്റ് നിയോഗിച്ചിരിക്കുന്നു. ഈ രണ്ട് സുപ്രധാന ജഡ്ജിമാർ, സുപ്രീം കോടതി ജഡ്ജിയും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും, ഇവർ രണ്ടുപേരും ഈ അന്വേഷണം ഏറ്റെടുത്തത് ഇതിൽ കഴമ്പില്ല എന്ന് അറിഞ്ഞിട്ടാണോ? അവർ അത്രത്തോളം അപ്പൊ അതിനകത്ത് ആത്യന്തികമായി വേണ്ടത് ഒരു പരിശോധനയാണ്. അത് ലോജിക്കലായ ഒരു ആവശ്യവും. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ രഞ്ജിത്ത് മാരാർ, ഇതിനകത്ത് സുപ്രീം കോടതിയിൽ വന്നിട്ടുള്ള ആവശ്യം ഇതിൽ അന്വേഷണം വേണം എന്നതാണ്. സർക്കാരിന് മുൻപാകെ അന്വേഷണം എന്ന ആവശ്യം നിരന്തരമായി നിരാകരിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. കോടതിക്ക് വളരെ സോളിഡായ വിവരങ്ങൾ മുൻപിൽ വന്നാൽ മാത്രമേ ഇത്ര വലിയൊരു വിവാദത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ കഴിയുകയുള്ളൂ? അതോ ഇതിലൊരു വ്യക്തതയ്ക്ക് വേണ്ടി ഒരു അന്വേഷണം ഇനീഷ്യേറ്റ് ചെയ്യാൻ കോടതിക്ക് ഒരു നിലയ്ക്കും കഴിയില്ല എന്നുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. കോടതിക്ക് പ്രമാ ഫേസി ഒരു അലിഗേഷൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് രണ്ട് കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഒന്ന്, 32 പെറ്റീഷനാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഗവൺമെൻറ്റൽ ഏജൻസീസിന് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള ഡ്യൂട്ടി ഉണ്ടെന്നും ആ ഡ്യൂട്ടി അവർ പൂർത്തീകരിക്കാതെ വരുന്നതും കൊണ്ടിട്ടാണ് ഇവർ സുപ്രീം കോടതിയിൽ വരേണ്ടി വരുന്നത്. അങ്ങനെ സുപ്രീം കോടതിയിൽ വരുമ്പോൾ സുപ്രീം കോടതിയിൽ പ്രമാ ഫേസി തോന്നുകയാണ് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്, അത് അന്വേഷിക്കേണ്ടതാണ് എന്ന് പ്രമാ ഫേസി തോന്നിയാൽ മതി. ഫുൾ എവിഡൻസ് എല്ലായിടത്തും വെച്ച് നോക്കാനായിട്ട് സുപ്രീം കോടതിയുടെ പണി പോലീസിൻ്റേതല്ലല്ലോ. അതുകൊണ്ടിട്ട് പോലീസ് അവരുടെ ജോലി ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി, ഞാൻ പോലീസ് എന്ന് മാത്രം പറയുന്നില്ല, ഏതെങ്കിലും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അവരത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിക്ക് അത് എക്സസൈസ് ചെയ്യാനുള്ള പവറുണ്ട്. ഈ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഏത് ടൈപ്പ് ഓഫ് ആൾക്കാരുടെയാണ് ഈ ഫോൺ ചോർത്താനുള്ള ശ്രമം ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, 2 ലോയേഴ്സിൻ്റെ പ്രത്യേകിച്ച് കണ്ടിരുന്നു. ഒന്ന് മുകുൾ റോത്കിയുടെ ജൂനിയർ ആയിട്ടുള്ള ഒരു ലോയറിൻ്റെ, മുകുൾ റോത്കിയുടെ അല്ല, പ്രോബബ്ലി മുകുൾ അറ്റോർണി ജനറൽ ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജൂനിയർ ആയിരുന്നിരുന്ന ആൾ, ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ജൂനിയർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ക്ലർക്കായിരുന്നു. സബ്സിക്വൻ്റ്ലി LLB ക്വാളിഫൈ ചെയ്തിട്ട് ഇപ്പോൾ ജൂനിയറായിട്ട് വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഫോൺ, അപ്പോൾ അത് പേഴ്സണലായിട്ട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളായിരിക്കും. അവർക്ക് സ്വന്തം ആൾക്കാരെ പോലും വിശ്വാസം ഇല്ലായിരിക്കും. മുകുൾ റോത്കി വാസ് നോമിനേറ്റഡ് ബൈ അരുൺ ജെയ്റ്റ്ലി, നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തേത് ക്രിസ്ത്യൻ, ഇദ്ദേഹത്തിൻ്റെ ഓഗസ്റ്റ വെസ്റ്റ്ലാൻഡിൽ ഇപ്പോൾ ഇന്ത്യൻ ജയിലിലുള്ള ഇറ്റാലിയൻ ആയിട്ടുള്ള മിഷേലിൻ്റെ, അദ്ദേഹത്തിൻ്റെ വക്കീലിൻ്റെ. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻസ് അടക്കം ആണ് ചോർത്തി എടുക്കാൻ ശ്രമിക്കുന്നത്. അത് തീർത്തും ആർട്ടിക്കിൾ 21 അല്ലെങ്കിൽ ഈ പല സ്റ്റാറ്റ്യൂട്ടിൻ്റെ കീഴിലുള്ള പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് അടക്കമുള്ള സാധനങ്ങളാണ് ചോർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത്. അത് മാത്രം മതി സുപ്രീം കോടതിക്ക് ഇൻ്റർഫിയർ ചെയ്യാനും അതിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പറയാനും വേണ്ടിയിട്ട്. ഇത് സുപ്രീം കോടതി ഇരുന്നിട്ട് ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ സ്വന്തം നടത്തും എന്ന് നമ്മൾ വിചാരിച്ചിട്ടും കാര്യമില്ല. അത് ഡയറക്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ മോണിറ്റർ ചെയ്യായിരിക്കും. പല കേസുകളിലും നടന്നിട്ടുണ്ട്. ഇപ്പോൾ ISRO കേസിലാണെങ്കിൽ നമ്മൾ കൊണ്ട് ഒരു കമ്മിറ്റീനെ വെച്ചിട്ട് അന്വേഷണം നടത്താൻ പറഞ്ഞിട്ട് ആ മെറ്റീരിയൽ കളക്ട് ചെയ്യാൻ പറഞ്ഞു. അതുപോലെയുള്ള പിന്നെ വേറെ പല കേസിൽ 3G കേസിലാണെങ്കിലും നമ്മൾ കണ്ടു ഇതുപോലെ കോർട്ട് മോണിറ്റർ ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് വന്നേക്കണത്. അങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷനിലേക്ക് വേണമെങ്കിൽ പോവാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസിനെ ഡയറക്റ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായിട്ട് നടത്താൻ വേണ്ടിയിട്ട് പറയാം. അതിനുള്ള പവർ ഉണ്ട്. ഇതെല്ലാം എവിഡൻസ് ഇപ്പം നോക്കേണ്ട കാര്യമില്ല. എവിഡൻസ് എല്ലാം കൂടി കൊണ്ടുവരേണ്ട കാര്യമില്ല. പ്രമാ ഫേസി ഫീൽ ചെയ്താൽ മാത്രം മതി ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ് അവരുടെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്തിട്ട്. ലാൽകുമാർ, അതിനകത്ത് സർക്കാർ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നു എന്ന് കരുതുക, അവിടെ നീതി നടപ്പിലായി, അവിടെ കാര്യങ്ങൾ കൃത്യമായി പുറത്തു വരികയും അന്വേഷണത്തിലൂടെ എല്ലാം ശരിയാവണ്ണം നടപ്പിലാവുകയും ചെയ്യും എന്ന് വളരെ നിഷ്കളങ്കമായി വിചാരിക്കുന്ന ഒരു ഇന്ത്യൻ പൗരനാണോ താങ്കൾ? തീർച്ചയായിട്ടും അല്ല. ഇത് നമ്മൾ ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെടുമ്പം ആ ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെയാ പോകുന്നതെന്ന് കൂടെ അറിയാൻ ഇവിടുത്തെ പൗരന്മാർക്ക് താല്പര്യമുണ്ടല്ലോ. എനിക്ക് ഈ സർക്കാരിനെ തീരെ വിശ്വാസമില്ലാത്ത ഒരാളാണ്. അതിപ്പോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മൾ പറയാതെ പോകാൻ പറ്റില്ലല്ലോ. നിങ്ങൾ നോക്കൂ,
IT മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ രീതിയിലുള്ള ഒരു മാനിപ്പുലേഷൻസും നടന്നിട്ടില്ല. അതല്ലേ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ് ശ്രീ ദേവരാജൻ പറഞ്ഞ പോലെ പറഞ്ഞ് തീരുന്നതിന് മുമ്പ്, വായിലെ തുപ്പൽ ഉണങ്ങുന്നതിന് മുമ്പ് നമുക്ക് മനസ്സിലായി അദ്ദേഹത്തിന്റെ ഫോണും കോംപ്രമൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന്. അദ്ദേഹത്തിന്റെ ഫോൺ കോംപ്രമൈസ് ചെയ്യപ്പെട്ട രീതിയിൽ ഒരു ഇടപെടിയിൽ നടക്കണമെങ്കിൽ അദ്ദേഹത്തിന് മേളിലിരിക്കുന്ന ഒരാളല്ലേ ചെയ്യാൻ കഴിയൂത്. അദ്ദേഹത്തിനെക്കാട്ടിലും അധികാരവും അവകാശവും അല്ലെങ്കിൽ പവർ എക്സേർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരാൾക്കല്ലേ അത് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഒരാളോട് ചോദ്യം ചെയ്യാനുള്ള അവകാശം ഈ പറയുന്ന ആൾക്കാർക്കുണ്ടോ? ഇതല്ലേ ന്യായമായ ചോദ്യം? ഈ അശ്വിനി കുമാറിനെക്കാട്ടിലും മുതിർന്ന ഒരാള്, ആ മുതിർന്ന പവർഫുൾ ആയിട്ടിരിക്കുന്ന ഒരാള്, ആ ഒരാളാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിലല്ലേ അശ്വിനി കുമാറിനെ മോണിറ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അശ്വിനി കുമാർ ഞാൻ എന്നെ മോണിറ്റർ ചെയ്തേക്കാന്ന് വിചാരിക്കൂ? ഇല്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരാളാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. ആ സ്റ്റേറ്റ്മെന്റിന് ഒരു വിശ്വാസ്യതയില്ല. ഞാൻ ഇതിനകത്തെ അപകടം കാണുന്നത്, ഇതിനകത്തെ അപകടം എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറയുന്നത്? നിങ്ങൾ നോക്കൂ, മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ബഹുമാനപ്പെട്ട രഞ്ജൻ ഗൊഗോയ്, അദ്ദേഹത്തിന്റെ ഫോൺ വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, കോംപ്രമൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു അലിഗേഷൻ വരുന്നു. അവരുടെ ബന്ധുക്കളുടെ എല്ലാം അല്ലെങ്കിൽ അവരുടെ കണക്ഷൻസിലുള്ള ആൾക്കാർ, ആ നെറ്റ്വർക്കിലുള്ളവരുടെയും കോംപ്രമൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് വാദം വരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം BJP-യിലേക്ക് വരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം BJP-യിലേക്ക് വന്നില്ല, അദ്ദേഹം രാജ്യസഭയിലേക്ക് വരുന്നു. ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കാൻ ഞാൻ അറിയാതെ വായിച്ചു പോവാൻ നിഷാദെ, അങ്ങനെ ചേർത്ത് വായിക്കുക. അത് എന്റെ തെറ്റല്ല. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക്? ദേവരാജൻ അതിനകത്ത് അന്വേഷണം ഇനി സർക്കാർ പ്രഖ്യാപിച്ചു, നമ്മുടെ ഒരു ഏജൻസി അന്വേഷിക്കാൻ പോകുന്നു. ആ ഏജൻസി ആദ്യത്തെ ചോദ്യം, സ്വാഭാവിക സംശയം വെച്ച് ആദ്യത്തെ ചോദ്യം ചോദിക്കേണ്ടത് ആരോടാണ് എന്ന യാഥാർത്ഥ്യം മുമ്പിൽ വരുന്നതോടെ അന്വേഷണം പ്രതിസന്ധിയിലാവും എന്നാണ് ലാൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അതുകൊണ്ട് ഒരു അന്വേഷണം വന്ന് ഇത് തീർക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നതിൽ കാര്യമില്ലാന്ന്. അല്ല, അന്വേഷണം നമ്മൾ രണ്ട് തരത്തിലുള്ള അന്വേഷണം, ഏതെങ്കിലും അന്വേഷണം അല്ലല്ലോ. രണ്ട് തരത്തിലുള്ള അന്വേഷണം വേണമെന്നുള്ളതാണ് നമ്മൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതൊരു യുക്തിസഹമായ ഒരു ഡിമാൻഡ് ആണല്ലോ. ഒന്ന്, ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അന്വേഷിക്കട്ടെ. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ആകുമ്പോൾ പാർലമെന്റിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രാതിനിധ്യം ഉണ്ടാകുന്ന ഒരു ജോയിന്റ് പാർലമെന്ററി അന്വേഷിക്കട്ടെ. നമ്മുടെ ബോഫോസ് പോലെയുള്ള കേസുകൾ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അന്വേഷിച്ചിട്ടില്ലേ? എത്ര പ്രമാദമായിട്ടുള്ള കേസുകൾ പാർലമെന്ററി ജോയിന്റ് കമ്മിറ്റി അന്വേഷിച്ചിരിക്കുന്നു. ഇനി കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടക്കട്ടെ. അപ്പോഴായാലും കാര്യങ്ങൾ പുറത്തു വരുമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അന്വേഷണത്തെ നമ്മൾ ഭയപ്പെടുകയോ അല്ലെങ്കിൽ അന്വേഷണത്തെ നമ്മൾ സംശയത്തോട് നോക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. ഒരു അന്വേഷണം ആരംഭിച്ച് കഴിയുമ്പോൾ, ഇന്നിപ്പോ ഞാൻ ഈ കൽക്കത്ത ബംഗാൾ ഗവൺമെന്റിന്റെ നോട്ടിഫിക്കേഷൻ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ആ നോട്ടിഫിക്കേഷനകത്ത് അവർ ടേംസ് ഓഫ് റെഫറൻസ് ആയിട്ട് ചോദിച്ച കുറെ ചോദ്യങ്ങളുണ്ട്. 13ഓളം ചോദ്യങ്ങളുണ്ട്. അത്രയും ചോദ്യങ്ങൾക്കുള്ള മറുപടി കിട്ടുമ്പോൾ ഒരുപാട് തെളിവുകൾ ഉണ്ടാവും. ഇന്നത്തെ പ്രധാനപ്പെട്ട എല്ലാ പത്രങ്ങളിലും ആ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ആ ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരങ്ങൾ 1 മാസം കൊണ്ട് സമാഹരിക്കാനാണ് ആ കമ്മീഷൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് സമാഹരിക്കപ്പെടുമ്പോൾ തന്നെ കുറെ സംശയങ്ങൾക്കുള്ള മറുപടി അതിൽ തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അന്വേഷണം ഉണ്ടാവട്ടെ. ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, ഒരു നിലയ്ക്കും ഒരു അന്വേഷണമില്ല എന്ന കടുത്ത നിലപാടിലാണോ? അതായത് എത്ര പ്രഷർ ഉണ്ടായാലും ഈ കാര്യത്തിൽ അന്വേഷണം ആവശ്യമില്ല, ഇത് കേവലമായ പൊളിറ്റിക്കൽ ബോംബാണ്, വെറും കുമിളയാണ്, ഒരു കാര്യവുമില്ല എന്ന് ലോകത്തിന് ഇപ്പോൾ ഏത് കൊടികെട്ടിയ രാജ്യം അന്വേഷിച്ചാലും അവരൊക്കെ എത്ര സീരിയസ് ആയി എടുത്താലും ഇവിടെ നരേന്ദ്രമോദി ഗവൺമെൻറ് ഈ വിഷയം സീരിയസ് ആയി എടുക്കാനേ പോകുന്നില്ല എന്നാണോ? അല്ല, അതിലേക്ക് വരുന്നതിന് മുമ്പ് ദേവരാജൻ ചോദിച്ചു എൻ്റെ ഫോണ് ചോർത്തിയെങ്കിൽ ഞാൻ ആരോടാണ് ചോദിക്കേണ്ടത് എന്ന്. ദേവരാജന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം. നമ്മളെ പ്രണബ് മുഖർജി ചോദിച്ച ചോദ്യം അന്ന് നിങ്ങളുടെ നേതാവായ അന്നത്തെ മുഖ്യമന്ത്രിയോടും ചിദംബരത്തോടുമായിരുന്നു സർ. മറ്റൊരു ചീഫ് ജസ്റ്റിസ് 2010 സെപ്റ്റംബർ മാസം മുതൽ അരുൺ മിശ്ര പറയുന്നു തന്റെ ഫോണും ചോർത്തിയിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് പാർലമെന്റ് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ഫോൺ ചോർത്തല് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ദേവരാജന് കാണണമെങ്കിൽ അത് കണ്ടത്. രണ്ടാമത്തെ കാര്യം ലാല് പറഞ്ഞു, ഇനി അദ്ദേഹം വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചു, ഇതെനിക്ക് കേന്ദ്ര ഗവൺമെന്റ് എന്ത് ചെയ്താലും ഞാൻ തൃപ്തനല്ല, അദ്ദേഹത്തിന് വിശ്വാസമില്ല. അപ്പൊ ചെയ്യേണ്ട കാര്യം അദ്ദേഹം പറയുന്നത് വാളയാർ കേസ് അന്വേഷിച്ച ഏജൻസി ഏൽപ്പിക്കണം, ഇത് പെരിയ കേസ് അന്വേഷിച്ച ഏജൻസി ഏൽപ്പിക്കണം ഇത്, എന്നാൽ അദ്ദേഹത്തിന് നല്ല വിശ്വാസമാണ്. ഏതാ ഞാൻ അദ്ദേഹത്തോട് പറയുന്നത്, അദ്ദേഹത്തിന്റെ ഉള്ളിലിരിപ്പ് അത് വ്യക്തമായി പറഞ്ഞു. നിങ്ങളിതിപ്പോ CPM-നോടോ അല്ലെങ്കിൽ CPM സർക്കാരിനോടോ ഇവരാണ് ഏൽപ്പിക്കേണ്ടത്. അല്ല, നിങ്ങൾ കേൾക്കുന്നേ, നിങ്ങൾ അതല്ല ഞാൻ പറഞ്ഞത്. താങ്കൾ കോടതിയിൽ മുമ്പിൽ എത്തിയല്ലോ കാര്യം. കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തെ എന്താ പറഞ്ഞത്, പാർലമെന്റിൽ ചർച്ച ചെയ്യാം, പക്ഷെ ചർച്ച ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇപ്പൊ കോടതി മുമ്പിൽ എത്തിയല്ലോ ഈ വിഷയം.
കോടതി വെച്ചത് എന്താ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷിക്കേണ്ടത്? എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്? കോടതി പൂട്ടിക്കെട്ടി എന്നൊക്കെയാണ് തുടക്കം മുതലേ താങ്കൾ പറഞ്ഞത്. അങ്ങനെ പറയല്ലേ ജയചന്ദ്രൻ മാഷ്, അത് തെറ്റിദ്ധരിപ്പിക്കലാണ്. കോടതി ഇത് പൂട്ടിക്കെട്ടിയില്ല. കോടതി ചൊവ്വാഴ്ച മുതൽ കേൾക്കാൻ പോവാണ്. കേന്ദ്രത്തിന്റെ വാദം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ വശവും കേട്ട് ഇത് മുഴുവൻ ഫോൾസ് ആണെന്ന നിലയ്ക്ക് തള്ളിക്കളഞ്ഞിട്ടില്ല. അങ്ങനെ ഈ ചർച്ചയിൽ ഒരു നിലയെടുക്കരുത്. ഇല്ല നിഷാദ്, ഒറ്റ കാര്യം, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അന്വേഷിക്കേണ്ടത്? വളരെ സിമ്പിൾ ആണല്ലോ. ആ തെളിവ് ഹാജരാക്കാനുള്ള സമയം കോടതി അനുവദിച്ചിട്ടുണ്ട്. ആ തെളിവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ സബ്മിറ്റ് ചെയ്യാനുള്ള സമയം അനുവദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം കോടതി എന്താ ചെയ്യാൻ പോകുന്നത്. എന്റെ സമയം കടന്നുപോയത് കൊണ്ട് ഞാൻ കുറച്ച് സമയം മാത്രമേ ഇന്ന് എനിക്കുള്ളൂ എന്നതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ദയവായി മറ്റെല്ലാവരും ക്ഷമിക്കണം. നന്ദി. ജയചന്ദ്രൻ മാഷൻ, ലാൽകുമാർ, ശ്രീ രഞ്ജിത്ത് മാരാർ, ഒപ്പം ശ്രീ ദേവരാജൻ ഈ ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന്.